അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷനും അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുമാണ്. ഇനി അടുത്ത കൺസെപ്റ്റാണ് ഹാഫ് ലൈഫ് പീരീഡ്. ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ റിയാക്ടിങ് സബ്സ്റ്റൻസ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ പകുതിയാവാൻ എടുക്കുന്ന സമയത്തിനെയാണ് എന്ത് പറയുക, ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു റിയാക്ഷൻ തീരാനെടുക്കുന്ന മുഴുവൻ സമയത്തിൻ്റെയും പകുതിയല്ല. അതായത് ഒരു റിയാക്ഷൻ മൊത്തം ഒരു മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ 30 മിനിറ്റ്സ് അല്ല ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ കയ്യിൽ അല്ലേ എക്സ് ഗ്രാം റിയാക്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് x/2 ആവാൻ എടുക്കുന്ന സമയം. നിങ്ങളുടെ കയ്യിൽ R0 ആണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എങ്കിൽ R0/2 ആവാൻ എടുക്കുന്ന സമയം. 100 ഗ്രാം റിയാക്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് 50 ഗ്രാം ആവാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സെയിം ആയിരിക്കില്ല എന്നുള്ളത്. കാരണം എന്താ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 100 ഗ്രാം റിയാക്റ്റൻ്റ് ഉണ്ട്. 100 ഗ്രാം റിയാക്റ്റൻ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഹാഫ് ലൈഫ് എത്തുമ്പോൾ അത് എത്ര ഗ്രാമായി? ആദ്യത്തെ ഹാഫ് ലൈഫ് കൊണ്ട് അതിൻ്റെ നേരെ 100 ഗ്രാമിൻ്റെ പകുതിയായി. അടുത്ത രണ്ടാമത്തെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 0 ഗ്രാം ആണോ? അല്ലല്ലോ, 50ൻ്റെ പകുതിയല്ലേ. 50ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ് വരിക? 25 ഗ്രാം ആണ്. അപ്പോൾ നോക്കിയേ, ഒരു റിയാക്ഷൻ്റെ നേരെ പകുതി അല്ല അല്ലേ, നോക്ക് 25 ഗ്രാം. അടുത്ത ഹാഫ് ലൈഫിൽ എന്താവും? അടുത്ത ഹാഫ് ലൈഫ് കൊണ്ട് 12.5 ആവും. വീണ്ടും ഒരു ഹാഫ് ലൈഫും കൂടെ നിങ്ങൾ കൊടുത്താൽ 6.25 ആവും. വീണ്ടും ഒരു ഹാഫ് ലൈഫ് കൊടുത്താൽ 3.125 ആവും. ശരിയല്ലേ? അപ്പോൾ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാഫ് ലൈഫിലൂടെ കടന്നു പോകും. അല്ലാതെ ഒരു റിയാക്ഷൻ എന്തല്ല, 2 ഹാഫ് ലൈഫ് അല്ല. പക്ഷെ ആദ്യത്തെ ഹാഫ് ലൈഫിലാണ് മാക്സിമം തീർന്നു പോവുക അല്ലേ. 50% എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ ഹാഫ് ലൈഫിൽ തീരും. അടുത്ത ഹാഫ് ലൈഫിൽ 25% തീരും. അടുത്ത ഹാഫ് ലൈഫിൽ 12.5% കൂടെ തീരും. അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ റിയാക്ടിങ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 50 ഗ്രാം ആവാൻ എടുക്കുന്ന സമയമാവാം, 6.25 3.125 ആവാൻ എടുക്കുന്ന സമയമാവാം, 25 12.5 ആവാൻ എടുക്കുന്ന സമയമാവാം. അപ്പോൾ ഒരു റിയാക്ഷനിൽ എത്ര ഹാഫ് ലൈഫ്സ് ഉണ്ട്? 2 എണ്ണാണോ? അല്ല, ഒരു റിയാക്ഷൻ there will be infinite numbers of half lives. ഒരുപാട് ഹാഫ് ലൈഫ്സുകൾ കൂടി ചേർന്നാണ് എന്ത്, ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷനും ഹാഫ് ലൈഫ് പീരീഡ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നോക്കുക. ഹാഫ് ലൈഫ് പീരീഡ് രണ്ട് ഡെറിവേഷനാണ്. ഒന്ന് സീറോ ഓർഡറിനുള്ള ഡെറിവേഷൻ നോക്കണം, അതേപോലെ തന്നെ എന്ത് നോക്കണം, ഹാഫ് ലൈഫ് പീരീഡ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുള്ള ഹാഫ് ലൈഫ് പീരീഡ്. സീറോ ഓർഡർ റിയാക്ഷൻ നമുക്കറിയാം, K ഇസ് ഈക്വൽ ടു എന്താണ്, R0 മൈനസ് R divided by T. K equal to R0 minus R by T. ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്? T എന്ന് പറഞ്ഞ സമയത്ത് എത്തിയപ്പം R0ൻ്റെ വാല്യൂ അല്ലേ R0യിൽ തുടങ്ങി T എന്ന് പറഞ്ഞ സമയത്ത് എത്തിയപ്പോൾ R0ൻ്റെ വാല്യൂ എന്തായി? R എന്ന് പറഞ്ഞിട്ടായി. അങ്ങനെ തന്നെ T എന്ന് പറയുന്നത് T½ ആണെന്ന് വിചാരിച്ചോ. ഹാഫ് ലൈഫ് ടൈമിലാണ് നിൽക്കുന്നതെങ്കിൽ ആറിൻ്റെ വാല്യൂ എത്രയായിരിക്കും? R0ൻ്റെ പകുതി ആയിരിക്കും. R എന്ന് പറയുന്നത് എത്രയാ? R ഈസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയാം. അപ്പോൾ എന്തായി? K ഈസ് ഈക്വൽ ടു R0, അതിൻ്റെ വാല്യൂവിൽ മാറ്റമല്ല, മൈനസ് എന്ത് കിട്ടി? R0 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ T½ ശരിയല്ലേ? K ഈക്വൽ ടു R0 മൈനസ് R0 ബൈ 2 ഡിവൈഡഡ് ബൈ T½ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്ക് അല്ലേ. എന്തായി? T½ ഈസ് ഈക്വൽ ടു R0 മൈനസ് ഹാഫ് R0 എന്ന് എത്രയാ? R0 ഡിവൈഡഡ് ബൈ 2. പിന്നെ ആരും കൂടെ വരും? K. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. T½ ഈസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 2K. ഈ 2K എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ 1/2K എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് പറയാ? T½ is proportional to R0. T½ is proportional to initial concentration of reactant for a zero order reaction. For a zero order reaction, half life period is directly proportional to initial concentration. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T½ വാല്യൂ എന്തിന് ആനുപാതികമായിട്ടാണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആനുപാതികമായിട്ടാണ് സീറോ ഓർഡറിൽ. അതായത് 100 ഗ്രാം 50 ഗ്രാം ആവാൻ എടുക്കുന്ന സമയം വേണ്ട 50 ഗ്രാം 25 ഗ്രാം ആവാം. കാരണം എന്താ? മറ്റേത് 100 ഗ്രാം ഉണ്ട്, ഒരുപാടുണ്ട് അല്ലേ. അപ്പം T½ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0ൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ വാല്യൂ കുറയും? T½ കുറയും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ T ഈക്വൽ ടു
2.303 divided by k log R0 divided by R അല്ലേ? T is equal to 2.303 by k log R0 by R ആണ്. അപ്പോൾ T half എന്താണ്? When T is equal to T half. T half ആകുമ്പോൾ Rൻ്റെ വാല്യൂ എന്താണ്? Rൻ്റെ വാല്യൂ R0 divided by 2 ആണ്. Rൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R0 by 2. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് T half is equal to 2.303 divided by k log R0 divided by R0 divided by R0 divided by R0 by 2. Rന് പകരം നമ്മൾ എന്ത് കൊടുത്ത് R0 by 2 ആക്കി അല്ലേ? ടിക്ക് പകരം ടി ഹാഫും കൊടുത്ത് ആര് ക്യാൻസലായി? R0 ക്യാൻസലായി. T half is equal to 2.303 by k log 1/1/2 എത്രയാണ്? log 2. or T half is equal to 2.303 by k log 2ൻ്റെ വാല്യൂ ആണ് 0.3010. 2.303 into 0.3010 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.693 divided by k. അപ്പോൾ T half ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എത്രയാണ്? 0.693 divided by k. അവിടെ ഇനീഷ്യൽ R0 ടേം വരുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ മീനിങ് എന്താ? ഒരു സീറോയുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഹാഫ് ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. So the half-life period for a first order reaction is independent of its initial concentration. അത് കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? 0.693 by k ആണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ മീനിങ് നോക്ക്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ആണെങ്കിൽ ആദ്യത്തെ ടി ഹാഫിൽ എത്രയാവും? അത് R0 by 2 ആവും. ആ വാല്യൂ 10 മിനിറ്റ് ആണെങ്കിൽ, ആ വാല്യൂ എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണെങ്കിൽ അടുത്ത ഹാഫ് ലൈഫിൽ എന്താവും? R0 by 2ൻ്റെ പകുതി എത്രയായി? R0 by 4. അന്നപ്പോൾ എന്താ എടുക്കുക? 10 മിനിറ്റ്. അതായത് എത്ര ഹാഫ് ലൈഫ്സ് കൊടുത്താലും എല്ലാ ഹാഫ് ലൈഫിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. The half-life value for a first order reaction is independent of its initial concentration, whereas the value of half-life for a zero order reaction is directly proportional to initial concentration. എന്ന് പറഞ്ഞാൽ ഇതേ റിയാക്ഷൻ തന്നെ സീറോ ഓർഡർ ആണെന്ന് വിചാരിച്ചോ. സീറോ ഓർഡർ ആണെങ്കിൽ ഇവിടെ 10 മിനിറ്റ് മതി. അടുത്തതിന് എന്ത് മതി? അതിനേക്കാൾ കുറവ് മതി, 8 മിനിറ്റ് മതി. അടുത്ത ഹാഫ് ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ 6 മിനിറ്റ് മതി. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? സീറോ ഓർഡർ ആണെങ്കിൽ ഹാഫ് ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ 10, അടുത്തതും 10. എത്ര ഹാഫ് ലൈഫ് ഉണ്ടെങ്കിലും എല്ലാ ഹാഫ് ലൈഫിൻ്റെ വാല്യൂ എന്താണ്? ദാറ്റ് വിൽ ബി സെയിം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഹാഫ് ലൈഫ് പീരീഡ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷനും അതേപോലെ തന്നെ ഹാഫ് ലൈഫ് പീരീഡ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ആ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യാം. ഏതാണ്? ഒന്ന് T half equal to, for a zero order reaction T half is equal to R0 by 2k, and for a first order reaction T half is equal to 0.693 divided by k. Okay. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. നിങ്ങൾക്കറിയാം സ്യൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് അല്ലേ, തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇല്ലാത്തത് തോന്നിപ്പിക്കുന്നതാണ് സ്യൂഡോ എന്ന് പറയുന്നത്. Now pseudo first order reactions are those reactions which appears to be first order. അപ്പോൾ യഥാർത്ഥത്തിൽ അവരെന്തല്ല? ഫസ്റ്റ് ഓർഡർ അല്ല. But under certain conditions they behaves as first order kinetics. അപ്പോൾ എന്താണ്? A reaction which is not of first order but under certain conditions which behaves as first order reactions. അങ്ങനത്തെ റിയാക്ഷൻസിനാണ് എന്ത് പറയുക? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ഹയർ ഓർഡർ ഫോളോ ചെയ്യേണ്ട ആൾക്കാരാണ്. സെക്കൻഡ് ഓർഡർ അല്ല തേർഡ് ഓർഡർ റിയാക്ഷൻസ് കാണിക്കേണ്ട റിയാക്ഷൻസ് ആണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇവരെന്തായാലും തോന്നിപ്പിക്കും ദ ബിഹേവ്സ് ആസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. So those reactions which are not generally first order but under certain conditions they behave as first order reactions are called pseudo first order reaction. ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ ആണ് ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറയും. ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 COO C2H5 CH3 COO C2H5 ഇതാണ് ഈഥൈൽ അസറ്റേറ്റ് പ്ലസ് H2O. നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് CH3 COOH
പ്ലസ് C2H5OH. ഇവിടെ രണ്ട് റിയാക്റ്റൻ്റ് ഉണ്ട്. ആരൊക്കെയാണ്? ഈഥൈൽ അസറ്റേറ്റും H2O. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്ന റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു CH3 COO C2H5 ഇൻറ്റു H2O റേസ് ടു 1 അല്ലേ? അപ്പോൾ സെക്കൻഡ് ഓർഡർ ആണ്. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല, കാരണം X or Y മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു A and B നമ്മൾ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് വിത്ത് ലാർജ് എക്സസ് ഓഫ് വാട്ടർ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിനുള്ള സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആവാനുള്ള കാരണം അതാണ്. അതിലുള്ള ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റ് ദാറ്റ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ലാർജ് എക്സസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഈഥൈൽ അസറ്റേറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈഥൈൽ അസറ്റേറ്റ് ഒരു 0.01 മോളാർ, ഈഥൈൽ അസറ്റേറ്റ് 0.01 മോളാർ ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്തെടുക്കുന്നുണ്ടാവും? 10 മോളാർ H2O. ലാർജ് എക്സസ് വാട്ടർ നമ്മൾ എടുക്കും. അപ്പോൾ എന്താണ്? അപ്പോൾ നോക്കി ഒരു ഏകദേശം ഒരു 1000 ടൈംസ് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട് ആര്? H2O. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഈഥൈൽ അസറ്റേറ്റ് റിയാക്ട് ചെയ്യുമ്പം ഒരു വാട്ടറെ റിയാക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് +1 ബേസിക് കൺസെപ്റ്റ് ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? CH3COO C2H5 ആയിരിക്കൂലേ. അതായത് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ 0.01 മുഴുവനായിട്ടും റിയാക്ട് ചെയ്യും. 0.01 മുഴുവനായിട്ടും റിയാക്ട് ചെയ്തിട്ട് എത്ര ബാക്കിയാവും? 0 മോളാർ. മൊത്തം തീർന്നു. അന്നപ്പോഴും 10 എത്രയേ പോകുള്ളൂ? 10 0.01 പോകുള്ളൂ. എത്ര ബാക്കി വരും? 9.99 ബാക്കി വരും അല്ലേ? 10 0.01 പോയി കഴിഞ്ഞാൽ 9.99 ബാക്കി വരുന്നുള്ളൂ. അപ്പോൾ ഈ റിയാക്ഷനിൽ നിങ്ങൾ നോക്ക്, 10 നിന്നും 9.99 എത്താൻ വലിയൊരു മാറ്റമൊന്നുമില്ല അല്ലേ? ഏകദേശം സെയിം തന്നെയാണ് അല്ലേ? ഒരു നെഗ്ലിജിബിൾ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ ഈഥൈൽ അസറ്റേറ്റ് ആണെങ്കിലോ CH3COO C2H5 0.01 0ലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതായിപ്പോയി. അപ്പോൾ ഈ ചേഞ്ച് വലുതാണ്. ഇത് വലിയൊരു ചേഞ്ചും അല്ലേ? ഇതെന്ന് പറയുന്നത് എന്താണ്? നെഗ്ലിജിബിൾ ചേഞ്ചുമാണ്. അപ്പോൾ ഈ റിയാക്ഷനിൽ ആരുടെ കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യൂല? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യൂല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റേറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ കോൺസെൻട്രേഷൻ ഓഫ് H2O റേസ് ടു 0. അത് ഇല്ലേ ഈ റിയാക്ഷനെ സ്വാധീനിക്കുന്നില്ല. അല്ലെങ്കിൽ എന്താ റേറ്റ്? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. ഈഥൈൽ അസറ്റേറ്റ് ഇതാണ് CH3COO C2H5 റേസ് ടു 1. അപ്പോൾ യഥാർത്ഥത്തിൽ അത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് കാണിക്കണം. പക്ഷേ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ഇങ്ങനത്തെ റിയാക്ഷൻസിനാണ് എന്ത് പറയുക? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. റിയാക്ഷൻ വിച്ച് അപ്പിയേഴ്സ് ടു ബി ഹയർ ഓർഡർ ബട്ട് ജനറലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? ബിക്കോസ് ഹിയർ വൺ ഓഫ് ദ റിയാക്റ്റൻറ്റ് വിൽ ബി ടേക്കൺ ഇൻ ലാർജ് എക്സസ് അല്ലേ? ലാർജ് എമൗണ്ട് റിയാക്റ്റൻറ്റ് നമ്മൾ ഇതിൽ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആവുന്നത്. വേറൊരു എക്സാമ്പിളും കൂടെ ഉണ്ട്. ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ്. ഏതാണ്? C12H22O11 plus H2O plus H2O gives C6H12O6 plus C6H12O6. ഇവിടെ എന്താണ്? The reaction is carried out in presence of large excess of water. രണ്ടിനും ഒരേ റീസൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അല്ലേ? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു C12H22O11. ആരുണ്ടാവില്ല? H2O എന്ന് പറയുന്ന ടേം ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? ഇതൊരു 2 മാർക്കിന് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും അതേപോലെ തന്നെ എക്സാമ്പിളും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻസ് എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറയുന്നത് അല്ലേ ലിക്വിഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാസ് അറ്റ്മോസ്ഫിയേഴ്സിലല്ല നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്ത് എന്തിലായിരുന്നു? മോൾസ് പെർ ലിറ്ററിലായിരുന്നു. നൗ കൺസിഡർ എ ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ A ഗിവിങ് B പ്ലസ് C. A ഗ്യാസാണ്, B ഗ്യാസ്, സിയും ഗ്യാസ്. ഇങ്ങനൊരു ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൽ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ അല്ലേ അതിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ A ഗിവിങ് B പ്ലസ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുക? റിയാക്റ്റൻ്റ് ആണ് A, ബിയും സിയും എന്താണ്? പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഒരു ഇതേപോലത്തെ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് റിയാക്ഷൻ നടത്തുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് തുടക്കത്തിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? A മാത്രമല്ല ഉണ്ടാവുള്ളൂ. കാരണം A റിയാക്ട് ചെയ്തിട്ട് വേണം ആര് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്? Bയും സിയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ടൈം 0 ആവുമ്പോൾ ആര് മാത്രമാണ് ഉള്ളത്? A മാത്രമാണ്. അപ്പോൾ ആ അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ആരുടെ പ്രഷറാണ്? Aയുടെ പ്രഷറാണ്. കാരണം ഗ്യാസാണ്, ഗ്യാസിനൊരു പ്രഷർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ടൈം 0 ആകുമ്പോഴുള്ള പ്രഷർ എന്ന് പറയുന്നത് A എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ പ്രഷർ തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? മൊത്തം ഇത് റിയാക്ട് ചെയ്ത് അല്ലേ ഒരു പെർട്ടിക്കുലർ സമയത്ത് എത്തുമ്പോൾ A മുഴുവനായിട്ടും ആരായിട്ട് മാറും? ബിയും സിയും ആയിട്ട് മാറും. അതിനെ നമുക്ക് എന്ത് വിളിക്കുക അല്ലേ? ആ ടൈം അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് ടൈം. റിയാക്ഷൻ എൻഡ് ചെയ്ത് ആ റിയാക്ഷൻ എൻഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ A അല്ല, ആര് മാത്രമേ ഉള്ളൂ? ബിയും സിയും ഉള്ളൂ.
ആ സമയത്തുള്ള പ്രഷർ ആരുടേതാ? അത് ബിയുടെയും സിയുടെയും കൂടെ ടോട്ടൽ പ്രഷർ. കാരണം രണ്ടാൾക്കാരുണ്ട്, തുടങ്ങിയപ്പോൾ എ മാത്രമേ ഉള്ളൂ, ആ സമയത്തുള്ള പ്രഷർ എയുടേത് മാത്രമാണ്. അത് കഴിഞ്ഞ് റിയാക്ഷൻ തീർന്നപ്പം എ കംപ്ലീറ്റ് തീർന്നു, ആര് മാത്രമായി? ബി പ്ലസ് സി ആയി. അപ്പോൾ ആ സമയത്തുള്ള പ്രഷർ ആരുടേത് മാത്രമായിരിക്കും? ബിയുടെയും സിയുടെയും പ്രഷറാണ്. അതായത് എങ്ങനെ നമുക്ക് പറയാം, ടി അല്ലെ ടൈം 0 ആയപ്പോൾ എ മാത്രമേ ഉള്ളൂ, അല്ലെ റിയാക്ഷൻ തുടങ്ങുമ്പോൾ എ മാത്രമേ ഉള്ളൂ, റിയാക്ഷൻ തീർന്നപ്പം ബിയും സിയും മാത്രമേ ഉള്ളൂ, എ അല്ല. ആണല്ലോ. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കൊരു പോയിന്റ് ഇല്ലേ, അതായത് ടൈം 0 ആവുന്നതും അതായത് റിയാക്ഷൻ തുടങ്ങിയത് മുതൽ തീരുന്നത് വരെയുള്ള സമയം, അല്ലെ അതിന്റെ ഇടവേളകൾ, അതിന്റെ ഇടയ്ക്കുള്ള സമയത്ത് അന്നപ്പോൾ ആരൊക്കെ ഉണ്ട്? അന്നപ്പോൾ എയും ഉണ്ട്, ബിയും ഉണ്ട്, സിയും ഉണ്ട്. ശരിയല്ലേ? കാരണം എന്താ, മുഴുവൻ എയും റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ കുറച്ചേ എന്തായാലും ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ എ വരും, പിന്നെ റിയാക്ട് ചെയ്ത എ അത് ആരെയും മാറിയിട്ടുണ്ട്? ബിയും സിയും. അപ്പോൾ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ സമയങ്ങളിൽ എ ഉണ്ട് എന്ന് പറയാം, ബി ഉണ്ട് എന്ന് പറയാം, സി ഉണ്ട് എന്ന് പറയാം. ആ സമയത്തിനെല്ലാം കൂടെ നമ്മൾ ടി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ടി. അപ്പോൾ ടൈം ടി ആവുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്? റിയാക്റ്റൻറ്റും ഉണ്ട്, പ്രൊഡക്റ്റും ഉണ്ട്. ഇനി ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഞാൻ 3 കമ്പോണൻസ് ആണുള്ളത്. ആദ്യം ഞാനിങ്ങനെ കാണിക്കുന്നത് ടൈം എ ബി സി. ഇവരെല്ലാവരുടെയും പ്രഷർ എ ടി എമ്മിൽ റെപ്രസെന്റ് ചെയ്യാം. അറ്റ്മോസ്ഫിയേഴ്സ്, അറ്റ്മോസ്ഫിയേഴ്സ്, അറ്റ്മോസ്ഫിയേഴ്സ്. ടൈം 0 ആവുമ്പോൾ ബിയും സിയും ഉണ്ടോ? ബിയും സിയും ഇല്ല, കാരണം അവരുണ്ടായിട്ടില്ല. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പ്രഷർ എത്രയാ? 0 ATM, 0 ATM. പിന്നെ ആരുടെ പ്രഷർ മാത്രമാണ് ഉള്ളത്? എയുടെ പ്രഷർ മാത്രമാണ് ഉള്ളത്. അതായത് ആ റിയാക്ഷൻ തുടങ്ങിയ സമയത്ത് എ എന്ന് പറഞ്ഞ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അന്നപ്പോൾ ആ പ്രഷർ ആരുടേതാണ്? അത് നമുക്ക് ഇനീഷ്യൽ പ്രഷർ PI എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. ഇനീഷ്യൽ പ്രഷർ ഓഫ് റിയാക്ടന്റ് ആണ് എത്ര? PI. അത് കഴിഞ്ഞ് ടി എന്ന് പറഞ്ഞ സമയത്തെത്തിയപ്പോൾ എ എന്ന് പറഞ്ഞ ആള് കുറേയൊക്കെ എന്തായി മാറിയിട്ടുണ്ട്? ബിയും സിയും ആയി മാറിയിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കുക? ചിലപ്പോൾ ടി എന്ന് പറഞ്ഞ സമയം കൊണ്ട് മൊത്തം റിയാക്ഷൻ തീർന്നിട്ടുണ്ടാവും, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും എയുടെ പ്രഷർ കൂടുവോ കുറയോ? എയുടെ പ്രഷർ കുറയും. കാരണം എന്താ? എ പതുക്കെ തീർന്നു പോകുന്ന ആളാ, എ റിയാക്ട് ചെയ്ത് തീർന്നു പോകും. അപ്പോൾ എന്റെ പ്രഷർ കുറയും, ബിന്റെയും സിന്റെയും പ്രഷർ പതുക്കെ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഈ റിയാക്ഷനിൽ ഇത് ശരിക്കും 1A ഗിവിങ് 1B പ്ലസ് 1C എന്നല്ല, നമ്മൾ 1 പൊതുവെ കാണിക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ എയിൽ 1 ATM പ്രഷർ കുറയുമ്പോൾ, എയിൽ 1 ATM പ്രഷർ കുറയുമ്പോൾ ബിയിൽ എത്ര കൂടും? 1 ATM, സിയിലും 1 ATM. അതായത് 1 ATM പ്രഷർ റിയാക്ടന്റ് കുറയുമ്പോൾ മൊത്തം 2 ATM പ്രഷർ പ്രൊഡക്റ്റിൽ കൂടും. മാക്സ് പോലെ അല്ല, അല്ലെ? ഹാഫ് എന്ന് പറഞ്ഞ് 1 അങ്ങനെ ഈക്വൽ ആക്കേണ്ട കാര്യമല്ല. ഈ റിയാക്ഷനിൽ 1 ATM പ്രഷർ എയിൽ കുറയുമ്പം 1 ATM ബിയിൽ കൂടുന്നു, 1 ATM സിയിൽ കൂടുന്നു. വേറെ റിയാക്ഷൻ നോക്ക്, എ ഗിവിങ് 2B പ്ലസ് സി എന്നാണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താ? 1 ATM പ്രഷർ എയിൽ കുറയുമ്പോൾ 2 ATM പ്രഷർ ബിയിൽ കൂടും, 1 ATM പ്രഷർ സിയിൽ കൂടും. 5A ഗിവിങ് 10B പ്ലസ് 2C. ഇങ്ങനെയാണ് റിയാക്ഷൻ എങ്കിലോ 5 ATM എയിൽ കുറയുമ്പോൾ, അല്ലെ എ റിയാക്ടറിനുള്ളതൊക്കെ കുറയാ ചെയ്യുക. 5 ATM എയിൽ കുറയുമ്പോൾ 10 ATM ബിയിൽ കൂടും, 2 ATM സിയിൽ കൂടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ റിയാക്ഷനിൽ നമുക്ക് തൽക്കാലം ആ 1 ATM എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ X ATM ആണ് കുറയുന്നതെങ്കിൽ, എയിൽ എത്രയാണോ കുറയുന്നത് അത്ര തന്നെ ബിയിലും കൂടുന്നുണ്ട്, അത്ര തന്നെ എവിടെയും കൂടുന്നുണ്ട്, സിയിലും കൂടുന്നുണ്ട്. Now let X ATM be the decrease in pressure of A with time T. അല്ലേ? ഡ്യൂറിങ് ടൈം ടി എന്ന് പറഞ്ഞ ടൈം എത്തിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? X ATM ആണ് ഇവിടെ കുറഞ്ഞതെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള പ്രഷർ എത്രയാ? PI ഓൾറെഡി ഉണ്ട്, അതിൽ നിന്ന് X കുറഞ്ഞു. ഇനി ബാക്കി എത്ര ഉണ്ട്? PI മൈനസ് X. PI മൈനസ് X. ശരിയല്ലേ? അതായത് ഇവിടെ എയുടെ പ്രഷർ എന്ന് പറയുന്നത് എന്താ? ആദ്യം PI ഉണ്ടായിരുന്നു, ടി എന്ന് പറഞ്ഞ സമയത്ത് എത്തിയപ്പോൾ X ATM കുറഞ്ഞു, അപ്പോൾ എത്ര ബാക്കി പ്രഷർ എത്രയുണ്ട്? PI മൈനസ് X. ഇവിടെ X ആണ് കുറഞ്ഞതെങ്കിൽ ബിയിൽ എത്ര കൂടിയിട്ടുണ്ടാവും? X. 0 പ്ലസ്, അല്ലെ 0 എന്നുള്ളത് എന്തായി മാറി? ഒരു Xും കൂടെ കൂടിയിട്ട് പ്ലസ് X. സിയിലുള്ളത് എന്തായി മാറി? X. ഇനി നമുക്കറിയാം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ അല്ലേ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ കെയുടെ വാല്യൂ എന്താ? K is equal to 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0 ഡിവൈഡഡ് ബൈ R അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? K is equal to 2.303 by T log R0 by R. എന്താ ഇതിന്റെ മീനിങ്? R0 is the initial concentration of reactant. R is the concentration of reactant at time T. അങ്ങനെയാണ് നമുക്ക് ഇതിനെ ആ ടേംസിലേക്ക് ഒന്ന് മാറ്റിക്കൂടെ? അപ്പൊ എന്ത് കിട്ടും? K is equal to K
K is equal to 2.303 divided by T log R0. അതിന് പകരമായിട്ട് പ്രഷർ അല്ലേ, R0 എന്ന് പറഞ്ഞാൽ എന്താ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇവിടെ നമ്മൾ എന്താ എടുക്കേണ്ടത്, ഇനീഷ്യൽ പ്രഷർ ഓഫ് റിയാക്ടന്റ്. ഏതാ ഇനീഷ്യൽ പ്രഷർ? ഇനീഷ്യൽ പ്രഷർ ഈസ് PI. ഇനീഷ്യൽ പ്രഷർ PI ആണ്. ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് റിയാക്ടന്റ് അറ്റ് ടൈം T. ടൈം T ആയപ്പോൾ ഇവരെ രണ്ടാളെയും പ്രഷർ നിങ്ങൾ നോക്കണ്ട, റിയാക്ടന്റിന്റെ ടേംസിൽ മാത്രമേ പറയുള്ളൂ. അപ്പോൾ റിയാക്ടന്റിന്റെ പ്രഷർ എത്രയാ ടൈം Tയിൽ? PI മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. എന്താണ് അല്ലേ? K is equal to 2.303 by T log PI divided by PI minus x. ഇനി ഇവിടെ എക്സിന്റെ വാല്യൂ കൂടെ കണ്ടുപിടിച്ച് നമ്മൾ ഇക്വേഷനായി. ഇനി T എന്ന് പറഞ്ഞ ടൈമിൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയായിരിക്കും? അതിനാണ് നമുക്ക് ഉള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലുള്ള ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. എന്താ ഡാൾട്ടൺസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ടോട്ടൽ പ്രഷർ exerted by a mixture of non-reactive gases will be equal to the sum of their individual pressures. അല്ലേ, ഒരു കൂട്ടം റിയാക്ട് ചെയ്യാത്ത ഗ്യാസുകളുടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്താ, അതിലുള്ള ഓരോ ഗ്യാസിന്റെയും അല്ലേ പ്രഷറിന്റെ സമ്മിന് തുല്യമായിരിക്കും. അവരുടെ എന്താണ് ആൾജിബ്രായിക് സം. ഇവിടെ നമുക്ക് 3 പ്രഷർ ഗ്യാസസ് ഉണ്ട്, A, B and C. അങ്ങനെയാണ് ടോട്ടൽ പ്രഷർ അറ്റ് ടൈം T. ടോട്ടൽ പ്രഷർ അറ്റ് ടൈം T അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ പ്രകാരം എന്ത് പറയാ, അറ്റ് ടൈം T P total is equal to എന്താണ്, പ്രഷർ ഓഫ് A പ്ലസ് പ്രഷർ ഓഫ് B പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് C. എന്താണ്, P total is equal to പാർഷ്യൽ പ്രഷർ ഓഫ് A പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് B പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് C. അങ്ങനെയാണ് P total എന്താ, P total is equal to പാർഷ്യൽ പ്രഷർ ഓഫ് A at ടൈം T എത്രയാണ്, PI മൈനസ് എക്സ്. PI മൈനസ് എക്സ്. ബിയുടെ പ്രഷർ എക്സ്, സിയുടെ പ്രഷർ എക്സ്. ഇവിടെ ആര് ക്യാൻസൽ ആയി പോവും? ഇവിടെ നമ്മൾ നോക്കുകയാണ് ഐഡന്റിക്കൽ ടേംസ് ക്യാൻസൽ ആവും, മൈനസ് എക്സ് പ്ലസ് എക്സ്. അപ്പോൾ എന്ത് കിട്ടി, P total ഈക്വൽ ടു PI പ്ലസ് എക്സ്. ശരിയല്ലേ? അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു P total മൈനസ് PI. എക്സിന്റെ വാല്യൂ കിട്ടി, എന്താണ്, P total മൈനസ് PI. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, PI മൈനസ് എക്സിന്റെ വാല്യൂ. therefore PI മൈനസ് എക്സ് എന്താ വരിക, PI മൈനസ് P total മൈനസ് PI അല്ലേ. PI മൈനസ് എക്സ് എന്നാൽ PI, എക്സിന്റെ വാല്യൂ എന്താ, P total എന്താ, PI മൈനസ് P total മൈനസ് PI. ഈ ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ PI മൈനസ് P total പ്ലസ് PI എന്ത് കിട്ടി, 2PI മൈനസ് P total. അപ്പൊ PI മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താ, 2PI മൈനസ് P total അല്ലേ. അപ്പൊ ഇക്വേഷൻ എന്താവും, K is equal to 2.303 divided by T log PI divided by 2PI minus P total. ശരിക്കും നോക്കണം, ഈ ചാർട്ടിൽ നിന്നാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിയത്. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ എന്താ, ഡാൾട്ടൺസ് ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഇക്വേഷൻ A ഗിവിങ് 2B plus C ആണെങ്കിൽ മൊത്തം മാറൂലേ? കാരണം എന്താ, ഇവിടെ 2x ആവും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ മൊത്തം ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാ, A ഗിവിങ് B plus C ഫോമിലാണെങ്കിൽ എന്താണ് K 2.303 by T log PI divided by 2PI minus P total. 2A ഗിവിങ് B plus C ആണ് നിങ്ങൾ ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഇല്ലേ, ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെയുള്ള Kയുടെ വാല്യൂ മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത് ഡിറൈവ് ചെയ്യുക എങ്ങനെയുള്ളത് പഠിക്കുക. അതാണ് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ 5A ഗിവിങ് 2B പ്ലസ് 2C എന്നാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്, PI മൈനസ് 5x, 5A മൈനസ് 5x. ഇവിടെ എന്തുണ്ടാവും, 2 അല്ലേ, 2x. ഇവിടെ എന്താ ഉണ്ടാവുക, 2x. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, PI മൈനസ്, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരിക്കും, K ഈക്വൽ 2.303 by T PI ഡിവൈഡഡ് ബൈ PI മൈനസ് 5x ആവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കാണാം, എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അവസാനത്തെ ഇക്വേഷൻ കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരിക്കലും എന്ത് വരൂല, A പ്ലസ് B ഗിവിങ് C പ്ലസ് D എന്ന് പറഞ്ഞ രീതിയിൽ റിയാക്ഷൻ വരൂല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ റിയാക്ടൻ്റേ ഉണ്ടാവുള്ളൂ, 2 റിയാക്ടൻസ് ഉണ്ടാവൂല. കാരണം എന്താ, ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഡാൾട്ടൺസ് ലോ. A പ്ലസ് B എന്ന് പറഞ്ഞാൽ എയും ബിയും റിയാക്ട് ചെയ്യുന്നല്ലേ
അല്ലേ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. ഡാൽട്ടൺസ് ലോ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് അല്ലേ അപ്ലിക്കബിൾ ഓൺലി ഫോർ നോൺ റിയാക്റ്റീവ് ഗ്യാസസ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ റിയാക്ടൻ്റ് വരുന്ന ഇക്വേഷൻസ് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. ഓക്കെ ആണോ? അത് വലിയൊരു ഡെറിവേഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 2-3 പ്രാവശ്യം ഇതൊന്ന് എഴുതി പഠിക്കുക. ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നുണ്ട്. എ ഗിവിംഗ് ബി പ്ലസ് സിൻ്റെ ഇക്വേഷൻ എന്താ? എ ഗിവിംഗ് ബി പ്ലസ് സി ആണെങ്കിൽ അല്ലേ, എ ഗിവിംഗ് ബി പ്ലസ് സി ആണെങ്കിൽ k = 2.303/t log pi divided by 2pi minus p total. Hope it is clear for you. Okay.